അതായത് ഒരു 20 വർഷം കഴിഞ്ഞ് ഉള്ള ഇന്ത്യയെ നയിക്കേണ്ടത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നും 20 കൊല്ലം കഴിഞ്ഞുള്ള ഇന്ത്യ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മുടെ ആഗ്രഹം, അങ്ങനെ ആവണമെങ്കിൽ ഇവനെയാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്യേണ്ടത് എന്നും ചിന്തിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ കാണുന്നില്ല. 20 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ പൗരബോധമുള്ള, വൃത്തിയുള്ള, സാംസ്കാരിക ബോധമുള്ള, സിവിലൈസ്ഡായ ഒരു ജനം വസിക്കേണ്ട നാടാണെന്ന് നമ്മൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്താൽ അതിന് ചെയ്യേണ്ട പണി എന്താ? ആദ്യം ഇപ്പോൾ ഉള്ള കുട്ടിയെ ആ മട്ടിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അവനാണല്ലോ 20 കൊല്ലം കഴിഞ്ഞ് ഈ നാടിനെ നയിക്കുന്നത്. ഈ വഴിയിലൊക്കെ കാണുന്ന അവനെയാണല്ലോ. പിന്നെ അതെ. അപ്പോൾ അതിപ്പോൾ തുടങ്ങുന്നത് എവിടെയാണ്? സ്കൂളിൽ തുടങ്ങണം, നഴ്സറി തുടങ്ങണം. അത് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. അതായത് ഒരു 20 വർഷം കഴിഞ്ഞ് ഉള്ള ഇന്ത്യയെ നയിക്കേണ്ടത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നും 20 കൊല്ലം കഴിഞ്ഞുള്ള ഇന്ത്യ എങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മുടെ ആഗ്രഹം, അങ്ങനെ ആവണമെങ്കിൽ ഇവനെയാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്യേണ്ടത് എന്നും ചിന്തിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ കാണുന്നില്ല. 20 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ പൗരബോധമുള്ള, വൃത്തിയുള്ള, സാംസ്കാരിക ബോധമുള്ള, സിവിലൈസ്ഡായ ഒരു ജനം വസിക്കേണ്ട നാടാണെന്ന് നമ്മൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്താൽ അതിന് ചെയ്യേണ്ട പണി എന്താ? ആദ്യം ഇപ്പോൾ ഉള്ള കുട്ടിയെ ആ മട്ടിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അവനാണല്ലോ 20 കൊല്ലം കഴിഞ്ഞ് ഈ നാടിനെ നയിക്കുന്നത്. ഈ വഴിയിലൊക്കെ കാണുന്ന അവനെയാണല്ലോ. പിന്നെ അതെ. അപ്പോൾ അതിപ്പോൾ തുടങ്ങുന്നത് എവിടെയാണ്? സ്കൂളിൽ തുടങ്ങണം, നഴ്സറി തുടങ്ങണം. അത് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും.